സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ക്ലാസ് എഴുതാൻ പോവാണ്. ആ ക്ലാസ്സിൻ്റെ പേര് എന്ത് കൊടുക്കാം? ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നു. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ഓക്കെ, ടെസ്റ്റ് സ്റ്റാറ്റിക് ഡോട്ട് ജാവ ക്ലാസ് ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ 2 വേരിയബിൾ പ്രൈവറ്റ് ഇൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ കൗണ്ട്. ഓക്കെ, ഇനി ഈ കൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. പബ്ലിക് വോയിഡ് സെറ്റ് കൗണ്ട് ഇൻറ്റ് കൗണ്ട് ദിസ് ഡോട്ട് കൗണ്ട് ഈക്വൽ ടു കൗണ്ട്, ദിസ് ഡോട്ട് കൗണ്ട് ഈക്വൽ ടു കൗണ്ട്. ഇനി അത് ഗെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. void get count എന്നിട്ട് റിട്ടേൺ കൗണ്ട് കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I want to count the number of object created by a class. ഒരു ക്ലാസ് ഉണ്ട്, ഈ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് എത്ര ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു ടെസ്റ്റ് ചെയ്ത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ടെസ്റ്റ് സ്റ്റാറ്റിക് T1 ന്യൂ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു? 1. ഞാൻ T2 കൊടുത്തു. ഇപ്പൊ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു? 2. ഇപ്പൊ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു? 3. അപ്പോൾ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം? 3 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. കാരണം 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതാണ് എൻ്റെ എയിം. അതിനു വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് സ്റ്റാറ്റിക്കിനകത്ത് കൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഞാൻ എന്ത് പറയുന്നു? കൺസ്ട്രക്ടറിനകത്ത് ഞാൻ പറയുന്നു, കൺസ്ട്രക്ടർ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ കൗണ്ട് ഇനിഷ്യലി 0 ആയിരിക്കും. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് 1 ആവും. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് 2 ആവും. മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് 3 ആവും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ടെസ്റ്റിനകത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println count of objects equal to ഏതെങ്കിലും T3 ഡോട്ട് ഗെറ്റ് കൗണ്ട്. അപ്പോൾ കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണെന്ന് പറഞ്ഞ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 3 ആണ്. അപ്പോൾ കൗണ്ട് ഞാൻ ഇൻ്റ് എന്നാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, ശരി, എറർ ഒന്നുമില്ല. ഞാൻ റൺ ചെയ്യാൻ പോവാണ്. ടെസ്റ്റ്. അയ്യോ, ആൻസർ എത്രയെന്നാണ് വന്നിരിക്കുന്നത്? 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് കാര്യം? എന്താണ് ഇതിന് 1 എന്ന് പറഞ്ഞ ആൻസർ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 3 ആണ്. 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 3 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 1 വന്നത്? കാരണം ഹിയർ count is a member variable. മെമ്പർ വേരിയബിൾ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതിന് സെപ്പറേറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം T1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൗണ്ടിന്
1000 എന്ന് പറഞ്ഞൊരു മെമ്മറിയാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 ഇനിഷ്യൽ വാല്യൂ എന്താണ്? 1000-നകത്ത് കൗണ്ട് ഉണ്ട്. കൗണ്ട് കിടക്കുന്നത് 1000-നകത്താണ്. അവിടെ കിടക്കുന്ന വാല്യൂ 0 ആണ്. അപ്പോൾ കൺസ്ട്രക്ടറിനകത്ത് കയറുമ്പോൾ എന്ത് സംഭവിക്കും? കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യും. അപ്പോൾ കൗണ്ടിന്റെ വാല്യൂ എത്രയായി? അത് 0 മാറി 1 ആയി. ഇനി T2 ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു മെമ്മറി ലൊക്കേഷനകത്താണ് കൗണ്ട് വരുന്നത്. അപ്പോൾ അത് 2000 ആണ്. അപ്പോൾ കൗണ്ട് എന്തായി മാറി? അവിടെയും ഇനിഷ്യൽ വാല്യൂ 0. അവിടെ നിന്ന് കൺസ്ട്രക്ടറിനകത്ത് കയറുമ്പോൾ 1 ആയി. T3 വരുമ്പോൾ വേറൊരു ലൊക്കേഷനാണ്. അവിടെയും കൗണ്ട് ഉണ്ട്. കൗണ്ടിന്റെ ഇനിഷ്യൽ വാല്യൂ എന്തായിരുന്നു? 0 ആണ്. 0 ആണ്. അത് കൺസ്ട്രക്ടറിനകത്ത് കയറുമ്പോൾ 1 ആയി. മനസ്സിലായോ? അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്പർ വേരിയബിൾസിന് ഡിഫറെന്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേസിന് എന്താ വേണ്ടത്? ഒബ്ജക്ട്സിന് എല്ലാം കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ആവശ്യമുള്ളത്, അല്ലേ? അതായത് ഓൾറെഡി ഒരു ഒബ്ജക്റ്റിന് വേണ്ടി ആ മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിയേറ്റ് ചെയ്യരുത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് സ്റ്റാറ്റിക്. അപ്പോൾ സാധാരണ ഒരു വേരിയബിളും സ്റ്റാറ്റിക് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Whenever we declare a variable as a static variable, then for all objects it allocates only memory once. എല്ലാ ഒബ്ജക്റ്റിനും ഒരിക്കൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ? മെമ്മറി അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ അങ്ങനത്തെ വേരിയബിൾസ്. പക്ഷേ ഒരു സാധാരണ മെമ്പർ വേരിയബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അലോക്കേറ്റ് മെമ്മറി ഫോർ ഈച്ച് ഒബ്ജക്റ്റ്. ഓരോ ഒബ്ജക്റ്റിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഈ ഒരു കാര്യത്തിന് ഞാൻ പറയാം. ആദ്യത്തെ കേസിൽ എന്ത് സംഭവിക്കുന്നു? 1000 വരുന്നു. 1000-ൽ മെമ്മറി ക്രിയേറ്റ് ചെയ്തു. ഇനിഷ്യൽ വാല്യൂ 0 ആയിരുന്നു. അത് കൺസ്ട്രക്ടറിനകത്ത് കയറിയപ്പോൾ 1 ആയി. T2 ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. T2 ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൗണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുന്നു. കൗണ്ട് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അതിന്റെ വാല്യൂ 1-ൽ നിന്നും എന്തിലോട്ട് മാറും? 2-ലോട്ട് മാറും. പിന്നെ എന്ത് ചെയ്യും? അത് 3-ലേക്ക് മാറും. ഇങ്ങനെയാണ് അവിടെ വർക്കിംഗ് വരുന്നത്. മനസ്സിലായോ? സ്റ്റാറ്റിക് വേരിയബിളിന്റെ വർക്കിംഗ് അങ്ങനെയാണ് വരുന്നത്. അതായത് എല്ലാ ഒബ്ജക്ട്സിനും ഒരു മെമ്മറി മാത്രമേ അലോക്കേറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു കാര്യം. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ? കൗണ്ട് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 3 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതിന്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റാറ്റിക് മെമ്പർ വേരിയബിളും സാധാരണ മെമ്പർ വേരിയബിളിൽ നിന്നും തമ്മിലുള്ള വ്യത്യാസം. ശരി, ഇനി സ്റ്റാറ്റിക് മെമ്പർ വേരിയബിൾ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്ന കോമൺ ഫോർ ഓൾ ഒബ്ജക്ട്സ് അല്ലേ? അത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ കൗണ്ടിന്റെ വാല്യൂ എനിക്ക് കാണണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനെ വിളിക്കാൻ പറ്റും? എന്ത് ചെയ്താൽ മതി? സ്റ്റാറ്റിക് ഫംഗ്ഷൻ എഴുതിയാൽ മതി. അപ്പോൾ സ്റ്റാറ്റിക് മെമ്പർ വേരിയബിൾ ആണ്. ഇതിനെ സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. സ്റ്റാറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു കീവേഡും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫംഗ്ഷനെ ഞാൻ സ്റ്റാറ്റിക് ആക്കി എങ്കിൽ എനിക്ക് ഗെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഞാൻ സ്റ്റാറ്റിക് ആയിട്ട് മാറ്റിയത്. അതിനെ കോൾ ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അതിന്റെ ക്ലാസ് നെയിം വെച്ചതിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് എനിക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഒരു ക്ലാസ് നെയിം ഡോട്ട് ആ ഫംഗ്ഷന്റെ നെയിം വച്ച് വിളിച്ചാൽ മതി. അപ്പോൾ ഇതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജാവ ടെസ്റ്റ് നേരത്തെ അതേ ഫംഗ്ഷനാലിറ്റിനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ വിളിക്കാൻ വേണ്ടി എന്തിന്റെ ആവശ്യമില്ല? എനിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പേര് വെച്ചതിനെ, ക്ലാസ് നെയിം വെച്ചതിനെ നമുക്ക് കോൾ ചെയ്യാം. ഇതിന് വേറൊരു കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് ഞാൻ എന്തിനെ കോൾ ചെയ്യാണ്? ഒരു സാധാരണ നോർമൽ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ,
സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷനകത്ത് നിന്ന് നോർമൽ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷനാണ്. സെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഫംഗ്ഷനാണ്. ഇറ്റ്സ് എ നോർമൽ മെമ്പർ ഫംഗ്ഷൻ. ഈ നോർമൽ മെമ്പർ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പം നോക്കിയേ, ഒരു എറർ അടിച്ചു. ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷനകത്ത് നിന്ന് നമുക്ക് ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെ വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു മിനിറ്റ്. എടാ പൂർണിമ, അപ്പോൾ ഒരു സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെ വിളിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഇഷ്യൂ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ഫ്രം എ നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ, ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ വി കനോട്ട് കോൾ എ നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അടുത്ത ഡൗട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ഫോർ ഓൾ ഒബ്ജക്ട്സ് എന്നാണ്. എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിൾ പഠിച്ചായിരുന്നു, ജിമെയിൽ ഐ ഡി പാസ്വേഡ്. എനിക്ക് ജിമെയിൽ ഐ ഡി ഉണ്ട്, എനിക്ക് പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന്, സ്റ്റാറ്റിക് ഫംഗ്ഷൻ എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ അല്ലേ, അതിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ പാസ്വേഡ് റിട്രീവ് ചെയ്യാനുള്ള ഒരു, പാസ്വേഡ് എന്ന് പറയുന്ന ഒരു മെമ്പർ ഫംഗ്ഷനാണ്, റിട്രീവ് ചെയ്യാനുള്ള ഒരു കോള് ഞാൻ നടത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് അഖിലിൻ്റെ പാസ്വേഡ് വേണമെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് കോൾ ചെയ്താൽ മാത്രം പോരെ? അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഖിലിൻ്റെ പാസ്വേഡ് കിട്ടത്തില്ലേ? മനസ്സിലായോ? പാസ്വേഡ് എന്താണെന്നുള്ള കാര്യമൊക്കെ ഒബ്ജക്റ്റിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എനിക്കും ഉണ്ട്, അഖിലിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഒബ്ജക്ട്സിൻ്റെയും, നമ്മൾ ഓരോന്നും ഓരോ ഒബ്ജക്ട്സ് ആണ്. ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോ ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരാളുടെ ഡീറ്റെയിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലേ? എനിക്ക് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സ്റ്റാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും ആൾക്കാർക്ക് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ നിന്നും ഞാനാണെങ്കിൽ ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. വി കനോട്ട് കോൾ എ നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ from a static function. Non-static function from a static function. Can't call a non-static function from a static function. Similarly, എനിക്ക് ഈ സ്റ്റാറ്റിക്, ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തെന്ന് വിചാരിക്കുക, പ്രൈവറ്റ് സ്ട്രിങ് പാസ്വേഡ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നു വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യാണ്? ഈ പാസ്വേഡിനെ, നമ്മൾ പറഞ്ഞു ഒരു മെമ്പർ വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇതൊരു പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ അല്ലേ? ഈ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? പാസ്വേഡിൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ABC ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോഴും എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കാം. അപ്പോഴും എറർ അടിക്കുന്നു. എന്താണ്? പാസ്വേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. എനിക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാണ്ട് ആക്സസ് നോൺ സ്റ്റാറ്റിക് വേരിയബിൾ ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫംഗ്ഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെ വിളിക്കാൻ പറ്റത്തില്ല, നോൺ സ്റ്റാറ്റിക് മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി. എന്താണ്? വി കനോട്ട് ആക്സസ് എ നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഓർ എ വേരിയബിൾ ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ. വി ക്യാൻ ആക്സസ് എന്താണ്? സ്റ്റാറ്റിക് വേരിയബിൾസ്. ഇവിടെ ഞാൻ എന്താണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്? കൗണ്ട് ആണ്. കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. സ്റ്റാറ്റിക് വേരിയബിളിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇതെന്ന് പറയുന്ന ഒരു നോർമൽ മെമ്പർ ഫംഗ്ഷൻ അല്ലേ? ആ നോർമൽ മെമ്പർ ഫംഗ്ഷന് ഒരു സ്റ്റാറ്റിക് വേരിയബിളിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്തിനെ വിളിക്കാൻ പറ്റും? ഗെറ്റ് കൗണ്ട് വിളിക്കാൻ പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും, അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് ഒരു നോൺ സ്റ്റാറ്റിക് ഫംഗ്ഷനെയോ ഒരു സ്റ്റാറ്റിക് വേരിയബിളിനെയോ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ എനിക്ക് പറ്റത്തില്ല.
ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി, ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തിന്റെ ആവശ്യമില്ല? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആവുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഞാനിവിടെ നോക്കി, ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് കമ്പൈൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു? ജാവ സി test.java വിളിക്കുന്നു. ഇത് കമ്പൈൽ ചെയ്യും. ഇത് കമ്പൈൽ ചെയ്യാനാണ് കോഡ് എഴുതുന്നത്. നൗ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ക്ലാസിന്റെ പേര് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പൈലർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എക്സിക്യൂട്ടർ എന്ത് ചെയ്യും? റൺ ടൈം എൻവയോൺമെന്റ് test.main എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷനെ വിളിക്കും. test.main എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ വിളിക്കണമെങ്കിൽ, ഇങ്ങനെ വിളിക്കണമെങ്കിൽ ആ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കണം? സ്റ്റാറ്റിക് ആയിരിക്കണം. ഒരു ക്ലാസ് നെയിം വെച്ച്, ക്ലാസ് നെയിം എവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടി. ആ ക്ലാസ് നെയിം ഞാൻ വിളിക്കണമെങ്കിൽ, ക്ലാസ് നെയിം test.main എന്ന് വിളിക്കണമെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കണം? സ്റ്റാറ്റിക് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഒരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആയി മാറിയത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫ്രം എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ we cannot access a static member, non-static member variables or functions. We can access only static variables. In order to call a static member function, we don't want to create an object. It can be called via class name dot function name. വെച്ച് നമുക്ക് വിളിക്കാൻ പറ്റും. As a result, main function is declared as static. Okay, കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനകത്തൊരു മെയിൻ ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ട്. അതാണ് മെയിൻ ഫംഗ്ഷൻ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, പൈ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്, അല്ലെങ്കിൽ 22 ഡിവൈഡഡ് ബൈ 7.0 ആണ് പൈ വാല്യൂ എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത്, പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇല്ലേ, അത് ഒരു 2 ദിവസം കഴിയുമ്പോൾ 22 അല്ല 27 ആക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കൂ? ഇല്ല. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് ഒരു കാലത്തും ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയാം, നമ്മൾ ചില ആൾക്കാരെന്നൊക്കെ പറയുന്നത് ചില കൗതുകം ലേശം കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ വേരിയബിളിനെയൊക്കെ ചേഞ്ച് ചെയ്ത് കളയും, ഈ വേരിയബിളിന്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് കളയും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അതിനെ എന്തെന്ന് വിളിച്ചത്? വേരിയബിൾ എന്ന് വിളിച്ചത്. പക്ഷെ പൈ എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ആ ഒരു വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരിക്കൽ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, we can make it as a final variable. അപ്പോൾ ഫൈനൽ എന്ന് പറഞ്ഞൊരു കീവേഡ് ഈ കേസിൽ ഞാൻ ആരോടെയാണ് ആഡ് ചെയ്തത്? ഫൈനൽ കീവേഡ് ഈസ് ആഡഡ് along with a വേരിയബിൾ. അപ്പോൾ ഫൈനൽ കീവേഡ് ഒരു വേരിയബിളുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരിക്കൽ ഞാൻ പൈ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്താക്കി സെറ്റ് ചെയ്തു? ഫൈനലായിട്ട് സെറ്റ് ചെയ്തു. ഒരിക്കൽ അതിനെ ഇനിഷ്യലൈസ് ചെയ്യാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്? പൈയുടെ വാല്യൂ ഞാനൊന്ന് പൈ +2 ആക്കാൻ പോവാണ്. ദാറ്റ് ഈസ്, ഞാൻ എന്ത് ചെയ്യാണ്? പൈയുടെ വാല്യൂ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യമൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ജാവ സി എൻ്റെ ക്ലാസിൻ്റെ പേര് test.java എന്നാണ്. test.java. ഓക്കെ, കമ്പൈൽ ചെയ്തപ്പോൾ എറർ അടിച്ചു. എന്താണ്? ശരി, ഓക്കെ, ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡബിൾ ലോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ അടിച്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേരിയബിൾ പൈ മേ ബി ഓൾറെഡി ഹാവ് അസൈൻഡ് എ വാല്യൂ. അതായത്
നമുക്ക് ഒരിക്കൽ മാത്രമേ അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈനൽ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ മാത്രമേ അതിൻ്റെ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീണ്ടും വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എറർ ആയിരിക്കും, ദാറ്റ് ഈസ് ഓൾറെഡി അസൈൻ, ഇനി നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനൽ കീവേഡിൻ്റെ വേരിയബിളുമായിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേരിയബിളുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ വൺസ് ഇറ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ്, ഒരിക്കൽ അത് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്ന എറർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എററാണ്. എന്തുകൊണ്ടാണ് എറർ അടിച്ചത്? വൺസ് ഇറ്റ് ഈസ് ഇനിഷ്യലൈസ്ഡ്, വൺസ് എ ഫൈനൽ വേരിയബിൾ ഈസ് ഇനീഷ്യലൈസ്ഡ്, then it can't be changed. അതാണ് അതിൻ്റെ ഫൈനൽ. ഒരു മെമ്പർ വേരിയബിൾ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതാണ്. നൗ നമുക്ക് 3 സ്ഥലത്ത് ഫൈനൽ കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വേരിയബിളിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും, ആൻഡ് ഒരു ക്ലാസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വേരിയബിളിൻ്റെ കൂടെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വൺസ് ഇറ്റ് ഈസ് ഇനിഷ്യലൈസ്ഡ് ഇറ്റ് കാൺ ബി ചേഞ്ച് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. ആ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ വരുന്നത്. നൗ നെക്സ്റ്റ് വൺ, ഒരു ഫംഗ്ഷൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയണമെങ്കിൽ നമുക്ക് നമ്മൾ ഇന്നലെ എഴുതിയ ആ ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് പോവാം. ഞാനാണെങ്കിൽ ഞാനൊരു പേഴ്സൺ ക്ലാസ് എഴുതുകയാണ്. അതിൻ്റെ അകത്ത് 2 വേരിയബിൾസേ ഉള്ളൂ, പിന്നെ ഒരു ഫംഗ്ഷനും കൂടെ എഴുതുന്നു. ഓക്കെ, 2 വേരിയബിളാണ്. ഏതൊക്കെയാണ്? പ്രൈവറ്റ് സ്ട്രിംഗ് നെയിം എഴുതുന്നു, അടുത്തത് പ്രൈവറ്റ് ഇൻറ്റ് ഏജ് എഴുതുന്നു. അപ്പോൾ 2 മെമ്പർ ഫംഗ്ഷൻ. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. ഈ ഡിസ്പ്ലേക്കകത്ത് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? നെയിമും ഏജും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഈ നെയിമും ഏജും ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് system.out.println. ഓക്കെ, അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത് എന്ന ക്ലാസ്സിനകത്ത് ഞാൻ 2 വേരിയബിൾസ് പറയുന്നു, ഏജും നെയിമും. അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിസ്പ്ലേ. നൗ എംപ്ലോയി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ്? എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. ആ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ 2 വേരിയബിൾസ് എഴുതുകയാണ്. 2 വേരിയബിൾ എഴുതുന്നു. എംപ്ലോയി ഐ ഡിയും എംപ്ലോയി നെയിം എന്നും പറഞ്ഞ് എഴുതുന്നു. എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം. എന്നിട്ട് ഞാൻ പറയുന്നു ഇത് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് പേഴ്സണിൽ നിന്ന് ഞാൻ ഇൻഹെറിറ്റ് ചെയ്യാണ്. എക്സ്റ്റെൻസ് പേഴ്സൺ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്താണ്? പേഴ്സൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആരിലേക്ക് എത്തും? എംപ്ലോയിലേക്ക് എത്തും. അപ്പോൾ ഞാൻ എംപ്ലോയി ഐ ഡി ഞാൻ എന്ത് ചെയ്യാണ്? എംപ്ലോയി ഐ ഡിയും സാലറിയും ഇതിനകത്തുണ്ട്. ഞാൻ ഇവിടെയും ഒരു ഫംഗ്ഷൻ എഴുതുന്നു. ഫംഗ്ഷൻ എഴുതുന്നു. ഓയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുന്നു. അപ്പോൾ ഡിസ്പ്ലേക്കകത്ത് 2 വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് നോക്കാം. ഇപ്പം കൂടുതൽ ഒന്നും പറയുന്നില്ല ഇതിനെപ്പറ്റി, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ println സാലറി പറയുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ. അപ്പോൾ എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? പേഴ്സൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും എങ്ങോട്ടേക്ക് വരും? എംപ്ലോയിക്കകത്തോട്ടാണ്. പേഴ്സൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? നെയിം ഉണ്ടായിരുന്നു, ഏജ് ഉണ്ടായിരുന്നു, അത് എംപ്ലോയിക്കകത്തോട്ട് വരും. ഇനി ഫങ്ഷൻസും അതേപോലെ വരും. അപ്പോൾ പേഴ്സൻ്റെ അകത്ത് പബ്ലിക് വോയിഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. എംപ്ലോയിക്കകത്തും പബ്ലിക് വോയിഡ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ 2 പബ്ലിക് വോയിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിസ്പ്ലേ വിളിച്ചു കഴിഞ്ഞാൽ പേഴ്സൻ്റെ ഡിസ്പ്ലേ വിളിക്കും, എംപ്ലോയിയുടെ ഡിസ്പ്ലേ വിളിക്കും. അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് മെത്തേഡ് ഓവർലോഡിങ്. എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ബേസ് ക്ലാസ്സിലും ഡിസ്പ്ലേ ഉണ്ട്, ദാറ്റ് ഈസ് പേഴ്സൻ്റെ അകത്തും ഡിസ്പ്ലേ ഉണ്ട്, എംപ്ലോയിക്കകത്തും ഡിസ്പ്ലേ ഉണ്ട്. ഇനി എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് ഞാൻ ഡിസ്പ്ലേ വിളിച്ചു കഴിഞ്ഞാൽ ആരുടെ ഡിസ്പ്ലേ വിളിക്കത്തുള്ളൂ? എംപ്ലോയിക്കകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഡിസ്പ്ലേ മാത്രമേ വിളിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് മെത്തേഡ് ഓവർലോഡിങ്. അപ്പോൾ അത് ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തത് കാരണം ഞാൻ അതിന് വീണ്ടും റൺ ചെയ്ത് കാണിക്കുന്നില്ല. ബട്ട് നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ്? ഫൈനൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഞാനിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഫൈനലാക്കി എന്ന് വിചാരിക്കുക.
ഫൈനൽ കീവേഡ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫൈനൽ എന്ന് പറഞ്ഞൊരു കീവേഡ് മാത്രം ഫംഗ്ഷന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്താൽ മതി. റിട്ടേൺ ടൈപ്പിന് ഫ്രണ്ടിലായിട്ട് ഫൈനൽ കീവേഡ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈനലാവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതായത് ബേസ് ക്ലാസിന്റെ ഫംഗ്ഷൻ്റെ അകത്ത് ഫൈനൽ എന്ന് പറഞ്ഞൊരു കീവേഡ് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി ജാവ സി ഞാൻ എംപ്ലോയി ഡോട്ട് ജാവ ടെസ്റ്റ് ചെയ്യാണ്. എംപ്ലോയി ഡോട്ട് ജാവ എന്ന് പറഞ്ഞ കീവേഡ്, ഫൈനൽ കീവേഡ് ഞാനൊരു മെമ്പർ ഫംഗ്ഷനുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി കനോട്ട് പെർഫോം മെത്തേഡ് ഓവർറൈഡിങ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിനകത്ത് മെത്തേഡ് ഓവർറൈഡിങ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മെത്തേഡ് ഓവർറൈഡിങ്. അപ്പം ഓക്കെ, ഇതാ നോക്കിയേ, എറർ എന്തായിരുന്നു? ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഇൻ എംപ്ലോയി കനോട്ട് ഓവർറൈഡ് ഡിസ്പ്ലേ ഇൻ പേഴ്സൺ. കാരണം ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനൽ മെത്തേഡാണ്. അതാണ് നമ്മുടെ എറർ. ഇതാ കണ്ടായിരുന്നു, ഞാനൊന്ന് കോപ്പി ചെയ്ത് വലുതായിട്ട് കാണിച്ചു തരാം. എന്താണ് ഇഷ്യൂ? ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയിക്കകത്ത് എന്തുണ്ട്? ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ പേഴ്സൻ്റെ അകത്ത് ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. പേഴ്സൻ്റെ അകത്ത് എഴുതിയ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫൈനൽ ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിനകത്ത് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞൊരു ഫിനോമിന ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഫൈനൽ കീവേഡ് പറയുന്നത്. അപ്പോൾ ഫൈനൽ കീവേഡ് രണ്ട് കാര്യങ്ങളിലൂടെ ചേർക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായി. ഒന്ന്, വേരിയബിളിൻ്റെ അടുത്ത് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേരിയബിളുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? We cannot, once a final variable is initialized, its value can't be changed. അതെന്ന് പറയുന്നതാണ് ഫൈനൽ കീവേഡ് ആരുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ, ഒരു വേരിയബിളുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇനി ഒരു ഫംഗ്ഷനുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഫംഗ്ഷനുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞൊരു ഫിനോമിന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എനിക്ക് ഫംഗ്ഷനുമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നൗ മൂന്നാമത്, എനിക്കൊരു ക്ലാസിന്റെ ഫ്രണ്ടിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ കീവേഡ് ആഡ് ചെയ്യാൻ പറ്റും. ഫൈനൽ കീവേഡ് ക്യാൻ ബി ആഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിന്റെ ഫ്രണ്ടിൽ ഞാൻ ഫൈനൽ കീവേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതും എക്സ്റ്റെൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതും എക്സ്റ്റെൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റുഡൻ്റ് ഒന്ന് റൺ ചെയ്യാണ്. ഞാൻ ഇപ്പോൾ എന്താ ചെയ്തത്? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഫൈനലാക്കി. ദെൻ ഞാൻ ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് പേഴ്സൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റുഡൻറ് ക്ലാസ് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ജാവ സി സ്റ്റുഡൻറ് ഡോട്ട് ജാവ. അപ്പം നോക്കിയേ, cannot inherit from a final person. അതായത് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫൈനൽ ക്ലാസ് ആണ്. അതിനെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൂന്നാമത്തെ കേസ് മനസ്സിലായല്ലോ. ഫൈനൽ കീവേഡ് ഒരു ക്ലാസ്സുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി can't be able to inherit a class. അപ്പോൾ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് ഫൈനലിനുള്ളത്. ഫൈനൽ കീവേഡ് ക്യാൻ ബി added along with a variable, a function and a class. If it is added along with a variable, once the value is initialized, then it can't be changed. Then second one, if it is added along with a function, we can't perform method overriding in a class. Next one, when final keyword is added along with a class, then that class can't be inherited. Okay ആണല്ലോ. ഇനി now we are going to learn another concept called abstract class. എന്താണ് abstract class എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ abstract ക്ലാസ്സിന് എക്സാമ്പിൾ ആയിട്ട് ഒരു abstract ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എഴുതി.
അബ്സ്ട്രാക്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ക്ലാസ്സിൻ്റെ പേരെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ടെസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്? ഞാനാണെങ്കിൽ അതിന് മുമ്പേ എനിക്ക് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഇത് പഠിക്കണമെങ്കിൽ ആദ്യം മെമ്പർ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. മെമ്പർ ഫംഗ്ഷൻ, ഒരു മെമ്പർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം അതിൻ്റെ ആക്സസ് സ്പെസിഫയർ എഴുതും, ദെൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എഴുതും, ദെൻ അതിനുശേഷം ഫംഗ്ഷൻ നെയിം എഴുതും, പിന്നെ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് എഴുതും, ദെൻ അതിൻ്റെ എന്തെഴുതും? ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതും. ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എഴുതും. ഇതാണ് സാധാരണ ഒരു മെമ്പർ ഫംഗ്ഷൻ. ഈ മെമ്പർ ഫംഗ്ഷനെ നമ്മൾ എപ്പോഴാണ് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആയിട്ട് വിളിക്കുന്നത്? അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? അതിനെ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അതിന് കാണത്തില്ല, ജസ്റ്റ് ഈ ഒരു ഡിക്ലറേഷൻ മാത്രം, അവസാനം ഒരു സെമി കോളൻ ആയിരിക്കും കാണുന്നത്. അങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. A class having at least one abstract function is called an abstract class. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് വിളിക്കും. അപ്പോൾ മെമ്പർ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം, അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞറിയാം, അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്ന് പറഞ്ഞറിയാം. അബ്സ്ട്രാക്ട് ക്ലാസ് ഈസ് എ ക്ലാസ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് വൺ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ. എന്താണ് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ? അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഡസൻറ്റ് ഹാവ് എനി ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇറ്റ് only have function prototype. ഈ ഒരു സാധനത്തിന് എന്താണ് വിളിക്കുന്നത്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഞാനാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പോവാണ്. എങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആവുന്നത്? അതിനകത്ത് ഞാൻ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ എഴുതണം, പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ, എന്നിട്ട് സെമിക്കോളൻ ഇട്ടാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായി? ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷനായി. ഓക്കെ, അബ്സ്ട്രാക്ട് ഫംഗ്ഷന് നമുക്ക് ഒരു കീവേഡ് ആഡ് ചെയ്യണം? അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു കീവേഡും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എങ്ങനെയാണ്? ആക്സസ് സ്പെസിഫയർ എഴുതണം, അതിൻ്റെ കൂടെ നമ്മൾ ഒരു അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡും കൂടെ എഴുതണം. അബ്സ്ട്രാക്ട് കീവേഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായി മാറി? ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആയിട്ട് മാറി. അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിനെ എന്തെന്ന് വിളിക്കും? അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ എന്തെന്ന് വിളിക്കും? അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇതിനെ എന്തെന്ന് വിളിക്കും? അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് വിളിക്കും. ഇത് ഇതിൻ്റെ ഇത്ര മാത്രമല്ല, ഇതിന് കുറച്ച് അബ്സ്ട്രാക്ട് ക്ലാസ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്? we do not create object for an abstract class. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തത്? Because this is an incomplete class. Such classes are incomplete class. എന്താണ് incomplete class എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടോ? അതായത് ഞാൻ ഇപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അബ്സ്ട്രാക്ട് ടെക്സ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്, അബ്സ്ട്രാക്ട് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഒബ്ജക്റ്റിന്റെ അകത്തുനിന്ന് ഞാൻ എന്ത് വിളിക്കുന്നു? a.display വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെയ്യേണ്ട എന്താണെന്നുള്ള കാര്യം നമ്മൾ എഴുതിയിട്ടുണ്ടോ?
ഇല്ല. അതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, അതായത് ഈ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ക്ലാസ്സസ്, അതായത് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉള്ള ക്ലാസ്സസ് എന്ന് പറയുന്നത് എന്ത് ക്ലാസ്സസ് ആയിരിക്കും? ഇൻകംപ്ലീറ്റ് ക്ലാസ്സസ് ആയിരിക്കും. സിൻസ് ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ക്ലാസ്, വി കനോട്ട് അല്ലെങ്കിൽ വി ഡു നോട്ട് ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഫോർ സച്ച് ക്ലാസ്സസ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? വി ഡു നോട്ട് ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഫോർ ആൻ abstract class. Why? Because such classes are incomplete class. What is an incomplete class? Incomplete class is a class that does not have a definition for a particular function. Such functions are called abstract function. അതായത് ആ ക്ലാസ്സിനകത്ത് എന്തുണ്ട്? അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. അബ്സ്ട്രാക്ട് ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ ഡെഫിനേഷൻ ഉണ്ടാവും ഇല്ല. ഇപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് തന്നെ വിചാരിക്കുക. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ആ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ അതെന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. സോ സച്ച് we do not create object. ഇനി if a class inherits an abstract class, then that class should define the abstract function of the base class. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നമുക്കത് എന്താണ് എന്നുള്ള കാര്യം ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഇതേ എക്സാമ്പിൾ തന്നെ വെച്ച് നോക്കാം. ഇതാണ് എൻ്റെ ക്ലാസ്, ഇതാണ് എൻ്റെ അബ്സ്ട്രാക്ട് ക്ലാസ്. ഓക്കെ, ഞാൻ വേറൊരു ക്ലാസ് എടുക്കുകയാണ്. അതിനെ ഞാൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലാസ് ടെസ്റ്റ് which extends abstract text. അബ്സ്ട്രാക്ട് ടെക്സ്റ്റിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഈസ് എ അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അതെന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഞാൻ ഇത് ഇങ്ങനെ ഒരു ക്ലാസ് എഴുതി കഴിഞ്ഞ് ഞാൻ ആ ക്ലാസ്സിൻ്റെ അകത്ത് മസ്റ്റായിട്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതിയിരിക്കണം. അതായത് പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതിയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എ ക്ലാസ് inherits an abstract class, then that class should define the abstract function of the base class. അതായത് അബ്സ്ട്രാക്ട് ടെക്സ്റ്റിന്റെ അകത്ത് എന്തുണ്ട്? ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. ആ അബ്സ്ട്രാക്ട് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതിയിരിക്കണം. അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എഴുതിയിരിക്കണം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു അങ്ങനെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ വീണ്ടും ഒരു ക്ലാസ് എഴുതുകയാണ്. വീണ്ടും ഒരു ഫയൽ എടുത്ത് എഴുതുകയാണ്. ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് ടെസ്റ്റ് എന്നാണ്. സോ ഞാൻ ടെസ്റ്റ് ക്ലാസ് എഴുതുകയാണ്. ഇതും സേവ് ചെയ്തിട്ടുണ്ട്. ശരി, ഞാനൊന്ന് ആ ടെസ്റ്റ് ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ക്ലാസ്സിനകത്ത് ഞാൻ ഡിസ്പ്ലേ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി. ഞാൻ ജസ്റ്റ് എക്സ്റ്റെൻസ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് മാത്രമേ, അബ്സ്ട്രാക്ട് ടെക്സ്റ്റ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അബ്സ്ട്രാക്ട് ടെക്സ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ജാവ ഫയൽ ഒന്ന് റൺ ചെയ്യണം. ജാവ സി test.java. നോക്കിയേ, ടെസ്റ്റ് ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്ട്. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് അല്ല. ഡസ് നോട്ട് ഓവർറൈഡ് അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിസ്പ്ലേ ഇൻ അബ്സ്ട്രാക്ട് ടെക്സ്റ്റ്. അതായത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ കണ്ടില്ല. അതുകൊണ്ട് ടെസ്റ്റ് ഡിസ്പ്ലേ എഴുതിയാൽ മാത്രമേ കമ്പൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുന്നു. ഞാനാണെങ്കിൽ ജസ്റ്റ് system.out.println എന്ന് മാത്രം പറയും. ഹലോ, ശരി. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നേരത്തെ കാണിച്ച എറർ ഉണ്ടോ? അപ്പോൾ ഞാൻ ഇവിടെ എന്ത് എഴുതി? ഞാൻ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത്, അതായത് ബേസ് ക്ലാസ്സിൽ നിന്ന് ഞാൻ ഡിറൈവ് ചെയ്തപ്പോൾ ബേസ് ക്ലാസ്സിനകത്തുള്ള അബ്സ്ട്രാക്ട് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതിയപ്പോൾ എറർ മാറി. ഇനി വേറൊരു കേസും കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ടെസ്റ്റ് ഈസ് നോട്ട് അബ്സ്ട്രാക്ട്. ടെസ്റ്റ് ഈസ് നോട്ട് അബ്സ്ട്രാക്ട്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ക്ലാസ്സിനെ ഒന്ന് അബ്സ്ട്രാക്റ്റ് ആക്കി ഞാൻ നോക്കി.
അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഇതിനകത്ത് ഞാൻ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ വലുതും എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ടെസ്റ്റിനെ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്? അബ്സ്ട്രാക്ട് ടെക്സ്റ്റിനകത്ത് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഞാൻ ടെസ്റ്റിനകത്തും എഴുതുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ടെസ്റ്റും എന്തായി? അബ്സ്ട്രാക്ട് ക്ലാസ് ആയി. ഇനി ആരെങ്കിലും ടെസ്റ്റിനെ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പം അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതണം? അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ബേസ് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് അതിന്റെ ഡെഫിനിഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ആയിരിക്കണം. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് അബ്സ്ട്രാക്ട് ഫംഗ്ഷന് അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ പറ്റി ഞാൻ പറഞ്ഞത്. We do not create object for an abstract class since it is not a complete class because it contain a abstract function. Next one, if a abstract class is inherited by some other class, then the derived class should define the abstract function of base class. Okay, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്കറിയണം? അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം, അബ്സ്ട്രാക്ട് കീവേഡിനെ പറ്റി അറിയണം. ഒരു ക്ലാസിന്റെ കൂടെ അബ്സ്ട്രാക്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറി. ഒരു ഫംഗ്ഷന്റെ കൂടെ അബ്സ്ട്രാക്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? അത് ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആയിട്ട് മാറി. വാട്ട് ഈസ് ആൻ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ? Abstract function have only function prototype, no definition. Okay.